On YouTube, welcome to Motorcycle Ride. This is Armada Grand. ഗ്രാൻഡ് എന്ന് പറയാനുള്ള കാര്യവും പിന്നെ ഇതൊരു വ്യത്യസ്ത ഡിസൈനാണ്. നമ്മുടെ കാലത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ വ്യത്യാസം ഡിസൈനാണ്. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ ഇത്രയും ഭാഗം CJ7 എന്ന് പറഞ്ഞ ജീപ്പിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഒറിജിനൽ ജീപ്പിൻ്റെ പ്ലാറ്റ്ഫോമാണ് CJ7. അതായത് സിവിലിയൻ ജീപ്പ്, നമ്മുടെ ഒറിജിനൽ ജീപ്പ് കമ്പനിയുടെ, അമേരിക്കൻ മോട്ടോഴ്സിൻ്റെ കീഴിലുള്ള ജീപ്പ് കമ്പനിയുടെ സെയിം ഡിസൈനാണ് ഈ CJ7 മോഡൽ. സിവിലിയൻ ജീപ്പ് 7th ജനറേഷൻ അതാണ് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടാണ്, അതാണ് ഇത്ര ലെങ്ത്ത് വരുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇത്ര വരെ ലെങ്ത്ത് ഉണ്ട്. ഈവൻ ലൈറ്റുകൾ, അകത്തോട്ട് കയറി നിൽക്കുന്ന ലൈറ്റ്, ഗ്രില്ല് മാത്രം വ്യത്യാസമുണ്ട്. കണ്ടോ, ഗ്രില്ല് ജീപ്പിൻ്റെ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഭാഗമെല്ലാം ഓൾമോസ്റ്റ് ജീപ്പിൻ്റെ സെയിമാണ്. പക്ഷേ ഒരു ജീപ്പിൻ്റെ ലെങ്ത് ഭാഗം വരെ ഇത്രയും വരെ ജീപ്പിൻ്റെ ഭാഗമുള്ളൂ. കണ്ട, പകുതി പോർഷനെ ജീപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നുള്ള പകുതി ബൊലേറോ ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഈ അടുത്തിറങ്ങിയ 2021 വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇറങ്ങുന്ന ബൊലേറോയും ഇതേ സെയിം ലുക്കാണ് ഇത്രയും ഭാഗം വെച്ചിട്ട്. കാരണം ഇത് ബൊലേറോയുടെ ഫസ്റ്റ് മോഡലാണെന്ന് തന്നെ പറയാം. 2000-ലാണ് ബൊലേറോ ഇറങ്ങുന്നത്. 2000 മുമ്പ് മഹീന്ദ്ര ഒരു പരീക്ഷണാർത്ഥം ഇറക്കിയൊരു മോഡലാണ് അർമഡ. അതായത് ജീപ്പിൻ്റെ ഫ്രണ്ടും ബൊലേറോയുടെ ബാക്കി. അതാണ് അർമഡയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ക്വർക്കി അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ എന്ന് തന്നെ പറയാം അല്ലേ. പിന്നീട് ഇത് അർമഡ ഗ്രാൻഡാണ്. ഗ്രാൻഡിന് വേറെ പല പ്രത്യേകതയുണ്ട് കേട്ടോ, അതും കൂടെ കാണിച്ചു തരാം. ഗ്രാൻഡിൻ്റെ ആദ്യത്തെ പ്രത്യേകതയാണ് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡാഷ്ബോർഡ്. ഇത് കണ്ടോ, നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വർഷം, ഇതിപ്പോൾ 99 മോഡലാണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള സീറ്റ്സ്, ഈ സീറ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി കുഴപ്പമില്ല. 99 മോഡലും വണ്ടിയാണെങ്കിൽ പോലും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പറയാനുള്ളതാണ്, സ്റ്റാർട്ട് കാണിക്കാവേ. പിന്നീട് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. ഇതൊരു XT3P എന്ന് പറയുന്ന, അതായത് 99 മഹീന്ദ്ര ലോഞ്ച് ചെയ്ത എഞ്ചിനാണ്, ഇന്ത്യയിൽ കൊണ്ടുവന്ന എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്ന് വെച്ചാൽ പ്യൂഷോയുടെ 2.5 ലിറ്റർ എഞ്ചിനാണ്. 78 bhp ആണ് ഇതിൻ്റെ പവർ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ 78 bhp പവർ ഉള്ളതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ വലിയ പവറൊന്നും തോന്നില്ല. കാരണം ടെർബോ ഇല്ലാത്തൊരു എഞ്ചിനായതുകൊണ്ട് ആ ടെർബോയുടെ ഒരു പഞ്ചൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ അറിയാതെ മനസ്സിലാവും, നമ്മളൊരു കയറ്റമൊക്കെ കയറാൻ നിഷ്പ്രയാസം ഈ എഞ്ചിൻ കയറിപ്പോവും. നമുക്ക് സ്റ്റാർട്ട് നോക്കാം. രാവിലെ കോൾ സ്റ്റാർട്ട് ആട്ടോ. ഇനി നമുക്ക് അർമഡ ഗ്രാൻഡിൻ്റെ പ്രത്യേകതകൾ പറയാം. അർമഡ ഗ്രാൻഡും നോർമൽ അർമഡ ആയിട്ടുള്ള വ്യത്യാസം പറയാം. ഫസ്റ്റ് പറയേണ്ട വ്യത്യാസമാണ് ഒരു ബിഗർ എഞ്ചിൻ. 2500 cc വരുന്ന പ്യൂഷോയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, XT3P എന്ന് പറഞ്ഞ എഞ്ചിൻ. ആ എഞ്ചിനാണ് 2011 വരെ ചെറിയ മോഡിഫിക്കേഷൻ ലൈക്ക് ടെർബോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ബൊലേറോയ്ക്കകത്തുണ്ടായിരുന്നു. സോ ആ എഞ്ചിനാണ് ഈ 99 മോഡലിനകത്ത് വരുന്നത്. ആ ഒരു എഞ്ചിൻ അൾട്രാ റിലയബിളുമാണ്. കമ്പയറിങ് ടു 2122 cc എഞ്ചിനാണ് മുമ്പുണ്ടായിരുന്നത്. അതായത് അല്ലെങ്കിൽ നോർമൽ അർമഡയ്ക്കകത്തുള്ള അതിനേക്കാളും ഭയങ്കര റിഫൈൻഡുമാണ്, പവറും കൂടുതലാണ്. ആ 68 bhp ഉള്ളൂ, ഇത് 78 bhp. നല്ലൊരു ടോർക്കും ഫിഗറും തരുന്നുണ്ട്. പിന്നീട് പറയേണ്ട കാര്യമാണ് പവർ സ്റ്റിയറിംഗ്. അർമഡ ഗ്രാൻഡിനകത്ത് പവർ സ്റ്റിയറിംഗ് ആണ് വന്നേക്കുന്നത്. നോർമൽ അർമഡയ്ക്കകത്ത് പവർ സ്റ്റിയറിംഗ് ഇല്ല, നമ്മളത് എക്സ്ട്രാ ആയിട്ടൊക്കെ കയറ്റുന്നതായിരിക്കും. പിന്നെ പറയേണ്ടത് കമ്പനി AC. ഇതിനകത്ത് പറഞ്ഞാൽ കമ്പനി ഫിറ്റഡ് AC ആണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത് ഒരു AC ഷോപ്പിലൊക്കെ പറഞ്ഞാൽ കയറ്റാൻ പറ്റും. ഞാൻ കുറേ വണ്ടി അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ കമ്പനി ഫിറ്റഡ് ACയുടെ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല, പക്ക പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും പക്ക ഫീച്ചർ അർമഡ ഗ്രാൻഡിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ ഗിയർ ബോക്സ് ആണ്. ഇത് കണ്ടോ, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 4 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ലോങ് ഒന്നും പോകാൻ പറ്റില്ല, ഭയങ്കര അൺറിഫൈൻഡ് ആയിരിക്കും വണ്ടി. ആ ഒരു പ്രശ്നം ഈ വണ്ടിയെ ബാധിക്കുന്നില്ല. കാരണം ഇതിനകത്ത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വക ചെറിയ ചെറിയ മാറ്റങ്ങൾ. പിന്നീട് നോക്കേണ്ട കാര്യമാണ് പവർ വിൻഡോസ്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. കണ്ടോ, 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. സീറ്റൊക്കെ കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റാണ്. നമുക്കൊരു കുഷ്യനൊക്കെ കുറച്ചും കൂടെ മഹീന്ദ്രയുടെ കൂട്ടത്തിൽ നിന്നും അപ്പ് മാർക്കറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള വണ്ടിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ ഈ പ്ലാസ്റ്റിക്കും കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്. അതൊക്കെയാണ് വ്യത്യാസമുള്ളത്.
പ്രകടമായ മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ന്യൂ എൻജിൻ, പിന്നെ ഇത് ഈ പറഞ്ഞ സവിശേഷതകളൊക്കെ. നേരത്തെ വീഡിയോ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് തിരിഞ്ഞു പോയി, ക്യാമറ പിടിച്ചതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, അപ്പം നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഓടിക്കുമ്പോൾ കറക്റ്റ് ഒരു ജീപ്പിൻ്റെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഇത് അർമഡ ഗ്രാൻഡ് പക്ക ഐസൊലേഷനുള്ള വണ്ടിയെന്നാണ് മഹീന്ദ്ര അക്കാലത്ത് അവകാശപ്പെട്ടിരുന്നെങ്കിലും നമ്മൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഒരു പഴയ KSRTC ബസ്സിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ നമ്മളൊക്കെ കയറി മടുത്തൊരു ജീപ്പിൻ്റെ സൗണ്ടോ ആണ് എനിക്ക് തോന്നാറ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അകത്തോട്ടൊരു ഈ ഡീസൽ കത്തുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അങ്ങനത്തെ സ്മെല്ലൊന്നും വരുന്നില്ല. യാത്രക്കാർക്ക് അത്ര വലിയ ശല്യമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 2 കുഞ്ഞ് ഷോക്ക് അബ്സോർബർ ഉണ്ട്. സോ ഫ്രണ്ടിൽ ആ ഒരു പഴയ ഒറിജിനൽ ജീപ്പിൻ്റെ ബമ്പിനെസ് ഒന്നുമില്ല. നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. അത്യാവശ്യം യാത്രാസുഖമുണ്ട്. അത്യാവശ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നല്ല യാത്രാസുഖമൊന്നും പറയാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും യാത്രാസുഖമൊന്നും ഇല്ല. പിന്നെ പഴയ ഡിസൈനാണ്, അതിനനുസരിച്ചുള്ള പോരായ്മകളും ഉണ്ട്. പിന്നെ എൻജിൻ റിഫൈൻഡ് ആണെന്ന് ചോദിച്ചാൽ എൻജിൻ വലിയ റിഫൈൻഡ് ഒന്നുമല്ല. റിഫൈൻഡ് ഏകദേശം നമ്മുടെ ഒരു പഴയകാല ഡീസലിനകത്ത് ഇരിക്കുന്ന ഒരു ഫീൽ തന്നെ. പഴയ അംബാസഡറിനേക്കാളും ഒക്കെ റിഫൈൻഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു CRD സിസ്റ്റത്തിൽ വരുന്നൊരു എൻജിൻ്റെ റിഫൈൻമെൻ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കയറിയിട്ട് എനിക്ക് കിട്ടിയ ഫീൽ എന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയ ഫീൽ എന്ന് വെച്ചാൽ പഴയ ഫസ്റ്റ് ജനറേഷൻ എൻഡേവറില്ലേ, ആ ഒരു എൻഡേവറിൻ്റെയൊക്കെ ഒരു തരിപ്പൊക്കെ ഉള്ളൂ. അതിനേക്കാളും കുറച്ചും കൂടെ ചിലപ്പോൾ തരിപ്പ് കാണും. എന്നാലും ഏകദേശം ആ ഒരു എൻഡേവറിൻ്റെയൊക്കെ ഒരു ബോൾ പാർക്കിൽ വരുന്ന വണ്ടിയാണിത്. പക്ഷേ എൻഡേവർ എന്ന് വെച്ചാൽ അൾട്രാ ലക്ഷറിയാണ്. കാരണം എൻഡേവറിന് 2 കംപ്രസർ, AC-ക്ക് 2 സെപ്പറേറ്റ് കംപ്രസർ, അങ്ങനത്തെ പല മാറ്റങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഒരു മൾട്ടി യൂട്ടിലിറ്റി അല്ലെങ്കിൽ SUV സെഗ്മെൻറ്റ് വരുന്നൊരു വണ്ടി, അത്രേ പറയാനുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ത്രസിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലെ ഹുഡാട്ടോ. നിങ്ങൾ കണ്ടോ, ഇത്ര നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് ഭയങ്കര പൊക്കമായതുകൊണ്ട് ഈ ഫ്രണ്ടും കൂടെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിത് ലോറിയോ പഴയ ബെൻസ് ലോറി ഓടിക്കുന്ന ഒരു ഫീലൊക്കെ അകത്തുനിന്ന് കിട്ടും കേട്ടോ. അങ്ങനെയുള്ള പല സവിശേഷതകൾ ഈ വണ്ടിക്കുണ്ട്. പിന്നെ വണ്ടി റിലയബിൾ ആണെന്ന് ചോദിച്ചാൽ പക്ക റിലയബിൾ ആണ് കേട്ടോ. ഈ വണ്ടി എടുത്തിട്ട് ഞാനൊരു 17,000 രൂപ, ഈ വണ്ടിയിൽ ഒരു മൊത്തത്തിൽ ചിലവ് ഒരു 17,000 അല്ലെങ്കിൽ 18,000 രൂപ മുടക്കിയെങ്കിലും ഈ വണ്ടി ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് 10 പൈസ മുടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ടയർ ചേഞ്ചസിൻ്റെ സമയമായിട്ടുണ്ട്, ടയർ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്നല്ലാതെ വേറെ വലിയ ചിലവുകളൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ നമ്മൾ ഫോർഡ് എൻഡേവറോ അല്ലെങ്കിൽ പുതിയൊരു